നമസ്കാരം. ഷെക്കേന ചർച്ച് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാനൻ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. മതേതര രാജ്യമായ ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടനാനുസൃതം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി. രോഗാവസ്ഥയിൽ കഴിയുന്ന വയോധികയായ സന്യാസിനിയെ കാണാൻ ഫ്രാൻസിസ് പാപ്പ നേരിട്ടെത്തി. സിസ്റ്റർ മരിയ മുക്കി എന്ന സന്യാസിനിയെ നേരിൽ കണ്ട് സന്തോഷം പങ്കിടാനാണ് പാപ്പ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. ഓർത്തഡോക്സ് യാക്കോബായ് വിഭാഗക്കാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സർക്കാർ വീണ്ടും ഇടപെടുന്നു. സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ രൂപീകരിച്ച 5 അംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് നാളെ വീണ്ടും ചർച്ച നടത്തുക. അതിനിടെ യാക്കോബായ സഭയുടെ മെത്രാപോലിത്തൻ ട്രസ്റ്റിയായി കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോരിയോസിനെ തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര തലത്തിൽ വ്യവസായ വ്യാപാര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മിൻഡയിഗോസ് അറണിയോസെക്സ് പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലേക്ക്. സത്യം കണ്ടെത്താനായി തന്റെ ആത്മാവിൽ നിരന്തരമായി ജ്വലിക്കുകയായിരുന്ന അഗ്നിയാണ് തന്നെ പൗരോഹിത്യത്തിലേക്ക് നയിച്ചതെന്ന് വൈദികൻ. വാർത്തകൾ വിശദമായി. കാനൻ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. മതേതര രാജ്യമായ ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടനാനുസൃതം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യയിലെ വസ്തുവകളുടെ മേൽ വത്തിക്കാൻ അധികാരം നൽകുന്ന കാനൻ നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയാണ് പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. പള്ളിവക വസ്തുക്കൾ പബ്ലിക് ട്രസ്റ്റിൻ്റേതാണെന്നും അതിൻ്റെ ക്രയവിക്രയത്തിന് സിവിൽ നിയമന നടപടിപ്രകാരം കോടതിയുടെ അനുവാദം ആവശ്യമാണെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഇന്ത്യൻ നിയമങ്ങൾക്കനുസൃതമായി ഭൂമി ആർജിക്കാനുള്ള മൗലിക അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി ഹർജി തള്ളുകയായിരുന്നു. കോടതിയെ ഹർജി തള്ളിയപ്പോൾ സൂചിപ്പിച്ചത് ഇത് അനാവശ്യമായ പബ്ലിസിറ്റിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഹർജിയാണെന്നും മാത്രമല്ല ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം, ഇത്തരം ഭൂമിയുടെ നടത്തിപ്പ് വരേണ്ടത് അതൊരു പബ്ലിക് ട്രസ്റ്റിൻ്റെ പേരിലായതുകൊണ്ട് CPC സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ 92-ാം വകുപ്പ് അനുസരിച്ച് കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ നടപടികൾ പാടുള്ളൂ, ക്രയവിക്രയം പാടുള്ളൂ എന്നൊക്കെയാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോടതി ആ ഹർജി തള്ളിയത് വളരെ നല്ല ഒരു സൂചനയാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ സംരക്ഷണത്തിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നത്. കാനൻ നിയമം ബാധകമല്ലാത്ത വ്യക്തിയാണ് ഹർജിക്കാരനെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം അനാവശ്യ ഹർജികൾ നൽകാതിരിക്കുന്നതിനായി ഹർജിക്കാരിൽ നിന്നും 25,000 രൂപ പിഴ ഈടാക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. പിഴ 2 ആഴ്ചയ്ക്കുള്ളിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ കെട്ടിവെക്കാനും അല്ലാത്ത പക്ഷം ഹർജിക്കാരനെതിരെ റവന്യൂ റിക്കവറി നടപടികൾ എടുക്കാനും കോടതി ഉത്തരവിട്ടു. പെരുമ്പാവൂർ വളയഞ്ചിറങ്ങര MS അനൂപാണ് ഹർജി സമർപ്പിച്ചത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി. പേപ്പൽ വസതിയിൽ വർഷങ്ങളോളം സേവനം ചെയ്ത ശേഷം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന വയോധികയായ സന്യാസിനിയെ കാണാൻ ഫ്രാൻസിസ് പാപ്പ നേരിട്ടെത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ വസതിയായ കാസ സാന്ത മാർത്തയിൽ വർഷങ്ങളോളം സേവനം ചെയ്ത സിസ്റ്റർ മരിയ മുക്കി എന്ന സന്യാസിനിയെ നേരിൽ കണ്ട് സന്തോഷം പങ്കിടാനാണ് പാപ്പ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സമൂഹത്തിന്റെ റോമിലെ റെജീന മുണ്ടി ഹൗസ് എന്ന സന്യാസിനി ഭവനത്തിലാണ് പാപ്പ അപ്രതീക്ഷിതമായി അതിഥിയായി എത്തിയത്. റോമിലെ റെജീന മുണ്ടി ഹൗസിൽ കഴിയുന്ന സിസ്റ്റർ മരിയ മുക്കിയുമൊത്ത് കുറെ സമയം പാപ്പ ചെലവഴിച്ചു. സിസ്റ്റർ മരിയ മുക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കാനും പാപ്പ സമയം കണ്ടെത്തി. ഇതിനിടെ ജോലിക്കാരുമായും അതിഥികളുമായും മറ്റ് സന്യാസികളുമായും ഗ്രൂപ്പ് ഫോട്ടോയിൽ പാപ്പ പോസ്റ്റ് ചെയ്തു. എല്ലാവർക്കും അപ്പസ്തോലിക ആശീർവാദം നൽകിയതിനു ശേഷമാണ് പാപ്പ മടങ്ങിയത്. 1981 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അലി ആക്ക എന്ന അക്രമിയുടെ വെടിവയ്പിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം സൂക്ഷിച്ചിരുന്നത് ഈ സന്യാസിനി ആശ്രമത്തിലാണ്. വസ്ത്രം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഫ്രാൻസിസ് പാപ്പ ഏറെ നേരം ചെലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ പദവി വഹിക്കുന്ന ഫാദർ തോമസ് മാവറിക്കാണ് പാപ്പയുടെ സന്ദർശന വിവരം അറിയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഓർത്തഡോക്സ് യാക്കോബായ് വിഭാഗക്കാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സർക്കാർ വീണ്ടും ഇടപെടുന്നു. സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ രൂപീകരിച്ച മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് നാളെ ചർച്ച നടത്തുക. അതിനിടെ യാക്കോബായ സഭയുടെ മെത്രാപോലിത്തൻ ട്രസ്റ്റിയായി കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോരിയോസിനെ തെരഞ്ഞെടുത്തു. നാളെ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്താണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്.
മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളെ കൂടാതെ ചീഫ് സെക്രട്ടറി ടോം ജോസ്, DGP ലോക്നാഥ് ബെഹ്റ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. അടുത്ത ദിവസങ്ങളിൽ കട്ടച്ചിറ, മുടവൂർ പള്ളികളിൽ ഉൾപ്പെടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭാ ഉപസമിതി ചർച്ചയ്ക്കായി ഇരുവിഭാഗത്തെയും ക്ഷണിച്ചത്. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗം നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ സർക്കാരിന് കത്ത് നൽകി. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് സഭാ സെക്രട്ടറി നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. 2017 ജൂലൈ 3 മലങ്കര സഭയിലെ 1064 പള്ളികൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്ന് സുപ്രീം കോടതി ഉത്തരവാണ് അടുത്തയിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം മൂർച്ഛിക്കാൻ ഇടയാക്കിയത്. ഇതോടെയാണ് സർക്കാർ സഭാതർക്കം പരിഹരിക്കാൻ മന്ത്രി EP ജയരാജൻ അധ്യക്ഷനായ 5-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത്. മന്ത്രിസഭാ ഉപസമിതി ഒരു വട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടെ കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ജയിലിലിടുമെന്ന് സുപ്രീം കോടതി പരാമർശിക്കുകയും ചെയ്തു. സഭാ തർക്കം മൂലം ശവസംസ്കാരം പോലും സംഘർഷത്തിലേക്ക് മാറിയിരുന്നു. ഇതിനിടെ യാക്കോബായ സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയായി കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ തിരഞ്ഞെടുത്തു. ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ രാജിവെച്ച ഒഴിവിലാണ് പുതിയ ട്രസ്റ്റിയെ തിരഞ്ഞെടുത്തത്. പുത്തൻകുരിശ് പാത്രിക സെന്ററിൽ ഇന്ന് ചേർന്ന അടിയന്തര സുന്നകദോസിൽ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയെ തിരഞ്ഞെടുത്തത്. ഷക്കീന ന്യൂസ് ബ്യൂറോ, കൊച്ചി. അന്താരാഷ്ട്ര തലത്തിൽ വ്യവസായ വ്യാപാര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മിൻഡെയൂസ് റണിയോസെക്സ് പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലേക്ക്. സത്യം കണ്ടെത്താനായി തൻ്റെ ആത്മാവിൽ നിരന്തരമായി ജ്വലിക്കുകയായിരുന്ന അഗ്നിയാണ് തന്നെ കത്തോലിക്ക വിശ്വാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും നയിച്ചതെന്ന് ഫാദർ മേരി ഏലിയാസ് എന്ന നാമം സ്വീകരിച്ച മിഷണറി വൈദികൻ സാക്ഷ്യപ്പെടുത്തുന്നു. ലിത്വാനയിൽ വ്യവസായ രംഗത്ത് വൻ നേട്ടങ്ങൾ കൊയ്ത് രാജ്യത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റായി ഭാര്യയോടും 2 മക്കളോടുമൊപ്പം കഴിയുമ്പോഴായിരുന്നു മിൻഡെയൂഗസിന് ശക്തമായ ആത്മീയ ഉൾവിളി ലഭിച്ചത്. ദൈവത്തെ അന്വേഷിച്ചുള്ള 20 വർഷത്തെ യാത്രകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ 2003 അദ്ദേഹം കത്തോലിക്ക വിശ്വാസം പൂർണ്ണമായി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. തുടർന്നുള്ള തന്റെ ജീവിതം മുഴുവൻ പഠനങ്ങൾക്കും ഉപവാസത്തിനും തീർത്ഥാടനങ്ങൾക്കുമായി അദ്ദേഹം സമർപ്പിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ലിത്വാനയിൽ നിന്നും ജെറുസലേമിലേക്ക് 2700 മൈൽ ദൂരം കാൽനടയായി സഞ്ചരിക്കുകയും തിരുക്കല്ലറ ദേവാലയത്തിൽ വെച്ച് സന്യാസവ്രതം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തിയും വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചും കഴിയവേ അദ്ദേഹം തന്റെ യഥാർത്ഥ ദൈവവിളി തിരിച്ചറിയുകയായിരുന്നു. ഇതേ തുടർന്ന് ജൂൺ 15 കർദിനാൾ റെയ്മണ്ട് ബുർക്കയിൽ നിന്നും 59-ാം വയസ്സിൽ ഫാദർ മേരി ഏലിയാസ് വൈദിക പട്ടം സ്വീകരിച്ചു. കുടുംബജീവിതം ത്യജിച്ച് മിഷണറി സന്യാസിയാകാനുള്ള യാത്രയിൽ പ്രാർത്ഥനയും പ്രോത്സാഹനവുമായി തന്റെ മുൻ ഭാര്യയുടെ പിന്തുണയുണ്ടായിരുന്നതായി ഫാദർ ഏലിയാസ് പറഞ്ഞു. Sometimes God is stronger, and for example, if we look now fruits and conversion of my former wife and our relationship now, she's praying for me for my vocation, she was in my diaconate ordination. You know, our life here have only one meaning. This life for us exam, we need to enter into the God's kingdom, to our real Father and our real home. തന്റെ പൗരോഹിത്യ ജീവിതം കൊണ്ട് അനേകരിലേക്ക് ക്രിസ്തുവിന്റെ പ്രത്യാശ പകരാനായി ദൈവത്തിന്റെ പദ്ധതികളോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഷെക്കേന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്. നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ 28 ഞായറാഴ്ച ഷെക്കേന ടെലിവിഷൻ പരീക്ഷണ സംപ്രേക്ഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് 15 മുതൽ ഷെക്കേന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്. വീണ്ടും വാർത്തകളിലേക്ക്. യേശു മഹിമപ്രതാപവാനായി മറുരൂപം പൂണ്ട താബോർ മലയിൽ അഗ്നിബാധയെ തുടർന്ന് തീർത്ഥാടകരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു.
ആളപായം ഉണ്ടായില്ലെങ്കിലും മണിക്കൂറുകൾ നീണ്ട അത്യുത്ഥാനം ചെയ്താണ് ഇസ്രായേലി അഗ്നിശമന സേന തീ പൂർണ്ണമായും കെടുത്തിയത്. വിശുദ്ധരായ മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലും വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനത്തിലും വിവരിക്കുന്ന സംഭവമാണ് യേശുവിന്റെ രൂപാന്തരീകരണം. രൂപാന്തരീകരണത്തിന്റെ ബസിലിക്ക ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല എടുപ്പുകളും ഗലീലയിലെ താബോർ മലയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ട്. ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന തീർത്ഥാടന മേഖലയാണ് ഇവിടം. കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച് 500-ലേറെ ഏക്കറിലേക്ക് പടർന്ന കാട്ടുതീ വലിയ പരിഭ്രാന്തിക്ക് കാരണമായിരുന്നു. രൂപാന്തരീകരണത്തിന്റെ ബസിലിക്കയിലേക്ക് അഗ്നി പടരുമോ എന്നായിരുന്നു ആശങ്ക. മണിക്കൂറുകളോളം അധ്വാനിച്ച് അഗ്നിശമന സേന ആ ആപത്ത് ഒഴിവാക്കിയെങ്കിലും പിറ്റേന്ന് സന്ധ്യയോടെയാണ് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാനായത്. പുല്ലും കുറ്റിച്ചെടികളും ഉൾപ്പടർപ്പ് മരങ്ങളും നിറഞ്ഞ പ്രദേശത്ത് വീണ്ടും കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അഗ്നിശമന സേന പ്രത്യേക ജാഗ്രത തുടരുകയാണ്. തീ പടർന്നയുടൻ രംഗത്തെത്തിയ അഗ്നിശമന സേന ഞൊടിയിടയിൽ തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള ജനങ്ങളെ താബോർ മലയിൽ നിന്ന് ഒഴിപ്പിച്ചു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാട്ടുതീ ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ജലവിതരണമോ ഓടകളോ ഇല്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഇസ്രായേലി സർക്കാരിന്റെ കടമയാണെന്ന് കഴിഞ്ഞ ദിവസം ബസിലിക്ക അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ ചെലവ് സഭ വഹിക്കണമെന്നാണ് ഇസ്രായേലി വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന പാകിസ്ഥാനിലെ കറാച്ചിയിലെ സെന്റ് പാട്രിക് കത്തീഡ്രലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ധനസഹായം. ദേവാലയ പുനരുദ്ധാരണത്തിന് സിന്ധ് മുഖ്യമന്ത്രി സയ്യിദ് മുറാദ് അലി ഷാ 25 കോടി പാകിസ്ഥാൻ റുപ്പിയാണ് സഹായമായി അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ കത്തോലിക്കരുടെ മുഖമുദ്രയായ കറാച്ചിയിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ റെക്ടർ ഫാദർ മാരിയോ റോഡ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തുക അനുവദിക്കാൻ തീരുമാനമായത്. ഫണ്ടിന്റെ ആദ്യ ഗഡു ഉടൻ അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ 5 കോടി അനുവദിക്കാമെന്നും ബാക്കി തുക 3 വർഷങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കുമെന്നുമാണ് മുറാദ് അലി അറിയിച്ചത്. സിന്ധ് മേഖലയിലെ പുരോഗതിക്ക് ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങളെ മുഖ്യമന്ത്രി ശ്ലാഘിക്കുകയും ചെയ്തു. സിന്ധ് പ്രവിശ്യയിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ് സെന്റ് പാട്രിക് ദേവാലയം. സെന്റ് പാട്രിക് കത്തീഡ്രലിന്റെ ഉൾവശം ഗ്ലാസ്, കല്ല്, മരം എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അൾത്താരയും പരിസരവും എണ്ണച്ചായം കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. 1845-ലാണ് ഗോത്തിക് റിവൈവൽ വാസ്തുശൈലിയിലുള്ള ദേവാലയം നിർമ്മിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ടൂറിസത്തിന്റെ ശ്രദ്ധേയമായ ഭാഗമാണ് തദ്ദേശ ജനതകളെന്ന് ലോക ടൂറിസം ദിനം സംബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിൽ വത്തിക്കാൻ. സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത്. സഭയുടെ നിലപാടുകൾ എല്ലാവരിലേക്കും എത്താനും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാനും വേണ്ടിയാണ് അവ വളരെ നേരത്തെ പ്രസിദ്ധപ്പെടുത്തുന്നത്. സമഗ്ര മാനവ പുരോഗതിക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ പ്രീഫെക്റ്റായ കർദിനാൾ ഡോക്ടർ പീറ്റർ ടർക്സനാണ് ലോക വിനോദ സഞ്ചാര ദിന സന്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. തൊഴിലിന്റെ അന്തസ്സിനെയും ഭാവിയെയും കുറിച്ചുള്ള ചിന്തകൾ കൂടി ഇക്കൊല്ലത്തെ സന്ദേശത്തിൽ ഉൾച്ചേർത്തിയിട്ടുണ്ട്. ILO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്. ഇക്കൊല്ലം ILOയുടെ ശതാബ്ദി വർഷമാണ്. ടൂറിസം എന്ന തൊഴിലും തദ്ദേശ ജനതകളും അവരുടെ സാംസ്കാരിക പൈതൃകവും അവരുടെ ജീവിത മേഖലകളുടെ തനിമയാർന്ന വശങ്ങളായ കാടും മഴയും പുഴയും തടാകവും അവയോട് ബന്ധപ്പെട്ട ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതും പരസ്പര പൂരകങ്ങളുമാണെന്ന് സന്ദേശം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശ ജനതകളോടോ അവരുടെ പരിസ്ഥിതിയോട് ചെയ്യുന്ന അതിക്രമം അധാർമികവും നിഷേധാത്മകവും അസ്വീകാര്യവുമാണ്. ടൂറിസത്തിന്റെ ശരിയായ വികസനത്തിന് മാനവികവും സാംസ്കാരികവും സാമൂഹികവുമായ മാനങ്ങളുണ്ട്. എല്ലാവർക്കും ന്യായമായ തൊഴിൽ ഉറപ്പാക്കാൻ സംഘടിതമായ ശ്രമം നടത്താതെ ലോകത്തിന് സമാധാനമോ സുരക്ഷയോ വികസനമോ സാമൂഹിക സമൃദ്ധിയോ ആർജിക്കാനാകില്ല. സൃഷ്ടാവായ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ അന്തസ്സിന്റെ അടയാളം കൂടിയാണ് തൊഴിൽ. തൊഴിൽ ഇല്ലാത്തിടത്ത് വികസനമോ സമൃദ്ധിയോ ഭാഷയോ ഇല്ല. അധ്വാനിച്ച് ജീവിക്കാൻ മനുഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. തൊഴിലിന് സാമ്പത്തിക മൂല്യം മാത്രമല്ല ധാർമ്മിക മൂല്യവും ഉണ്ട്. ടൂറിസം മേഖലയിൽ തുറന്നുകിട്ടുന്ന തൊഴിലുകളിലും ധാർമ്മികത പുലരണമെന്ന് സന്ദേശം ഓർമ്മിപ്പിക്കുന്നു.
ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. മതാനുഷ്ഠാനങ്ങൾക്ക് റോഡുകളെ വേദിയാക്കുന്നത് അലിഗഡ് ജില്ലാ ഭരണകൂടം വിലക്കി. മുസ്ലിങ്ങൾ റോഡുകളിൽ നിസ്കാരം നടത്തുന്നതിന് ബദലെന്നോണം ചൊവ്വാഴ്ചകളിൽ ചിലർ ഹനുമാൻ സ്തുതി സംഗമവും മഹാരതിയും നടത്താൻ ആരംഭിച്ചതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം രംഗത്ത് വരുന്നത്. ഇതിനിടെ മുസ്ലിങ്ങളുടെ നിസ്കാരവും മറ്റ് അനുഷ്ഠാനങ്ങളും ആർക്കും അസൗകര്യം സൃഷ്ടിച്ചുകൊണ്ടാകരുതെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് അംഗവും പ്രമുഖ സുന്നി ആചാര്യനുമായ മൗലാന ഖാലിദ് റഷീദ് ഫിറങ്കി മഹാലിയും വ്യക്തമാക്കി. മുസ്ലിങ്ങൾ റോഡിൽ കൂട്ടമായി വെള്ളിയാഴ്ച നിസ്കാരം നടത്തുന്നതിൽ തീവ്ര ഹിന്ദു നിലപാടുകാർക്ക് എതിർപ്പുണ്ടെന്നുള്ളത് രഹസ്യമല്ല. അവരും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ റോഡിലേക്ക് കൊണ്ടുവന്നത് മതസ്പർദ്ധ മാത്രമല്ല, ക്രമസമാധാന പ്രശ്നവും ഉണ്ടാകുമെന്ന് പലരും ഭയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിരോധനവുമായി അലിഗഡ് ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നത്. അത് ശരിവെച്ചുകൊണ്ട് ലക്നൌവിൽ മൗലാന ഖാലിദ് പുറപ്പെടുവിച്ച പ്രസ്താവന പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിസ്കാരമെന്നത് പരമകാരുണികനായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണെന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥന നടത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളിയാഴ്ച മാത്രമാണ് നമാസ് അഥവാ പൊതു നിസ്കാരമുള്ളത്. മോസ്കുകളിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് വിശ്വാസികൾ റോഡിൽ പ്രാർത്ഥന നടത്താൻ നിർബന്ധിതരാകുന്നതെന്ന് മൗലാന പറഞ്ഞു. കൃത്യസമയത്ത് മോസ്കിലെത്താൻ കഴിയാത്തവരും റോഡ് നിസ്കാരവേദിയാക്കും. മറ്റുള്ളവർക്ക് എതിർപ്പോ അസൗകര്യമോ ഉണ്ടാകുന്നുവെങ്കിൽ ആ പതിവ് നിർത്തണം. മുൻകൂർ അനുമതി വാങ്ങാതെ റോഡിൽ ഒരു മതാനുഷ്ഠാനവും അരുത് എന്നാണ് അലിഗഡ് ജില്ലാ ഭരണകൂടം വിലക്കിയിട്ടുള്ളത്. ബന്ധപ്പെട്ട എല്ലാവരുമായി സംസാരിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ CB സിംഗ് പറഞ്ഞു. ഈദ് ഉൾപ്പെടെയുള്ള വിശേഷ അവസരങ്ങളിൽ അനുമതിയോടെ റോഡിൽ നമാസാകാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റൊരു ഇടവേള കൂടി. പലതും അങ്ങനെ മറന്നുകളയാനുള്ളതല്ല. ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല. ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട്. ഇത് ഷെക്കൈന ഇൻസൈറ്റ്. കാണുക ശനി രാത്രി 8:30. വാർത്തകൾ തുടരുന്നു. 125 വർഷത്തെ പഴക്കമുള്ള സെൻട്രൽ ടെക്സാസിലെ കത്തോലിക്ക ദേവാലയത്തിലെ അഗ്നിബാധയെക്കുറിച്ച് അമേരിക്കൻ ഫെഡറൽ ഏജൻസി അന്വേഷിക്കും. 125-ാം വാർഷികാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് കഴിഞ്ഞ ദിവസം അഗ്നിബാധയിൽ ദേവാലയം പൂർണ്ണമായും കത്തിനശിച്ചത്. തടികൊണ്ട് നിർമ്മിച്ച ചർച്ച് ഓഫ് വിസിറ്റേഷൻ ദേവാലയമാണ് വിശ്വാസികൾക്ക് നൊമ്പരമായി കഴിഞ്ഞ ദിവസം കത്തിയമർന്നത്. കത്തിയമരുന്ന ദേവാലയത്തിലെ സക്രാരി വിശ്വാസികൾ കേടുകൂടാതെ രക്ഷിച്ചെടുത്തു. പരമ്പരാഗത ശൈലിയിലുള്ള ലാറ്റിൻ കുരിശാകൃതിയിൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ 2 മണിമാളികകളും പൂർണ്ണമായി കത്തിനശിച്ചു. 1880-ൽ ദേവാലയത്തിന്റെ 2 മണിമാളികകൾ കാറ്റിൽ തകർന്നു വീണിരുന്നു. പിന്നീട് 1895-ൽ വീണ്ടും നിർമ്മിക്കുകയായിരുന്നു. ദേവാലയത്തിലെ അഗ്നിബാധയ്ക്ക് പിന്നിൽ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്നാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. നാഷണൽ ഹിസ്റ്റോറിക്കൽ രജിസ്റ്ററിൽ ഇടം പിടിച്ച ദേവാലയത്തിന്റെ നിർമ്മാണ ശൈലി ഒട്ടേറെ പേരെ ആകർഷിച്ചിരുന്നു. 180 കുടുംബങ്ങളുള്ള ഇടവക ഇതിനകം 14 വൈദികരെയും 38 സന്യാസിനികളെയുമാണ് സഭയ്ക്ക് സമ്മാനിച്ചത്. അടുത്ത മാസങ്ങളിൽ ജൂബിലി ആഘോഷങ്ങൾക്കായുള്ള പദ്ധതി തയ്യാറാക്കി വരവെയാണ് അഗ്നിബാധയുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഉക്രൈൻ ജനതയുടെ ക്രൈസ്തവ പ്രവേശനത്തിന്റെ 1031ാമത് വാർഷികാഘോഷങ്ങൾ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഉക്രൈനിയൻ കുരിശു പ്രദക്ഷിണത്തിൽ 3 ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുത്തത്. റഷ്യ, ഉക്രൈൻ, ബെലറാസ് എന്നിവിടങ്ങളിലെ പ്രധാന ആഘോഷ ദിനങ്ങളാണ് മാമോദീസ ദിനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാമോദീസയിലൂടെ കടന്നുവന്നതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇവിടങ്ങളിൽ പ്രത്യേക പ്രദക്ഷിണങ്ങളും തിരുക്കർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ നടക്കും. ഇവയിൽ ഏറ്റവും പ്രധാനം പടിഞ്ഞാറൻ ഉക്രൈനിൽ യുക്രൈൻ ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിലുള്ള കുരിശു പ്രദക്ഷിണമാണ്. ഇത്തവണ അസാധാരണമായ രീതിയിൽ 3 ലക്ഷത്തിലേറെ പേരാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. സെന്റ് വ്ളാഡിമിർ മലമുകളിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണത്തിന് റിവാലെ മെത്രാപ്പോലിത്ത ബർത്തലോമിയോ ആശീർവാദം നൽകി. വൈദ്യരും സന്യസ്തരും ഉൾപ്പെടെയുള്ളവരുടെ സജീവ പങ്കാളിത്തം പ്രദക്ഷിണത്തിനെ ശ്രദ്ധേയമാക്കി. ഈയിടെയുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. 2013-ൽ IS ഭീകരർ സിറിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇറ്റാലിയൻ ജെസ്യൂട്ട് വൈദികൻ പോളോ ദാൽ ഒഗ്ലിയോയെ കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. റോമിൽ വാർത്താ സമ്മേളനത്തിലാണ് കുടുംബാംഗങ്ങൾ അന്താരാഷ്ട്ര നേതാക്കളോട് വൈദികനെ സംബന്ധിച്ച അന്വേഷണത്തിൽ ഊർജിത നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്.
മതാന്തര സംവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ ഫാദർ പോളോയെ സിറിയയിലെ റാഖയിൽ നിന്ന് 2013 ജൂലൈ 29-നാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഇതിന് 6 വർഷങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു വിവരവും ലഭ്യമാകാത്ത അവസരത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് ഫാദർ പോളോ ദാൽ ഓഗ്ലിയോ അസോസിയേഷൻ റോമിൽ പ്രസ് കോൺഫറൻസിന് വേദിയൊരുക്കിയത്. ഫാദർ പോളോയെ തിരികെ കൊണ്ടുവരാമെന്നുള്ള ഭരണകൂടങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും വാഗ്ദാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹോദരർ ഫ്രാൻസിസ്ക, ഇമ്മാക്കുലേറ്റ, ജിയോവാനി എന്നിവർ പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകളെയും സമ്മേളനത്തിൽ അവർ അനുസ്മരിച്ചു. റാഖയിൽ ക്രൈസ്തവ മുസ്ലിം സൗഹാർദ്ദത്തിന്റെ മികച്ച വക്താവായിരുന്നു ഫാദർ പോളോ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഭ്രൂണഹത്യ നിയമ ഭേദഗതിക്കായി ഒന്നിച്ചു നിൽക്കണമെന്ന് സീറോ മലബാർ സഭ പ്രൊലൈഫ് അപ്പസ്തോലേറ്റ്. ഭേദഗതിക്കായി പൊതുസമൂഹം ഉണർവോടെ പ്രവർത്തിക്കണമെന്ന് അപ്പസ്തോലേറ്റ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. മനുഷ്യജീവന്റെ മഹത്വം, സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ വ്യക്തമായ ദർശനമുള്ള മതനേതാക്കൾ ജീവൻ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഒരുമിക്കണമെന്നും ഭ്രൂണഹത്യയെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ ചെറുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വാർത്തകൾ അവസാനിക്കും മുമ്പ് പ്രധാന തലക്കെട്ടുകൾ വീണ്ടും. കാനൻ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. മതേതര രാജ്യമായ ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടനാനുസൃതം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി. രോഗാവസ്ഥയിൽ കഴിയുന്ന വയോധികയായ സന്യാസിനിയെ കാണാൻ ഫ്രാൻസിസ് പാപ്പ നേരിട്ടെത്തി. സിസ്റ്റർ മരിയ മുക്കി എന്ന സന്യാസിനിയെ നേരിൽ കണ്ട് സന്തോഷം പങ്കിടാനാണ് പാപ്പ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. ഓർത്തഡോക്സ് യാക്കോബായ് വിഭാഗക്കാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സർക്കാർ വീണ്ടും ഇടപെടുന്നു. സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ രൂപീകരിച്ച 5-അംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് നാളെ വീണ്ടും ചർച്ച നടത്തുക. അതിനിടെ യാക്കോബായ സഭയുടെ മെത്രാപോലിത്തൻ ട്രസ്റ്റിയായി കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോരിയോസിനെ തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര തലത്തിൽ വ്യവസായ വ്യാപാര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മിൻഡയുഗോ സറണിയോസെക്സ് പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലേക്ക്. സത്യം കണ്ടെത്താനായി തന്റെ ആത്മാവിൽ നിരന്തരമായി ജ്വലിക്കുകയായിരുന്ന അഗ്നിയാണ് തന്നെ പൗരോഹിത്യത്തിലേക്ക് നയിച്ചതെന്ന് വൈദികൻ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.